നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഭൂഗർഭ ജലസംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിൽ ഭൂഗർഭ ജലം വിതരണം ഗണ്യമായി കുറയുന്നുണ്ടെന്നും മന്ത്രി. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനത്തിന് നദീ സൗന്ദര്യവൽക്കരണത്തിനും തുടക്കം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം. പരാതി നൽകിയപ്പോൾ അന്നത്തെ കളക്ടർ സ്വീകരിച്ചത് നിഷേധാത്മക സമീപനമെന്ന് കെ മുരളീധരൻ. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചു. ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും മോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും കെ മുരളീധരൻ. അടിസ്ഥാന ജനവിഭാഗങ്ങളോട് നീതി പുലർത്തുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. കേന്ദ്ര സർക്കാർ സ്കീം വർക്കർമാരെ വേട്ടയാടുന്നു. പാലക്കാട് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഭൂഗർഭ ജലവിതാനം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ജലസംരക്ഷണത്തിനായുള്ള പുത്തൻ നിർദ്ദേശങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഷൊർണൂർ മണ്ഡലത്തിൽ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി 32 കോടി രൂപ ചെലവഴിച്ചെന്നും മന്ത്രി പറഞ്ഞു. പുഴകളിലും തടാകങ്ങളിലും വലിയ തോതിൽ ചെളിയും മണ്ണും നിറഞ്ഞ് ആവശ്യമായ കുടിവെള്ള സംഭരണശേഷി കുറഞ്ഞുവരുന്നതായാണ് റിപ്പോർട്ട്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭൂഗർഭ ജലവിതാനം കുറഞ്ഞുവരികയാണ്. ഇതിനുള്ള പഠനങ്ങൾ ബ്ലോക്ക് തലത്തിൽ പൂർത്തിയാക്കി. ജലസംരക്ഷണത്തിനാവശ്യമായ പുതിയ നിർദ്ദേശവും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഇനി ഉദ്ദേശമെന്നും തുടർന്ന് സംസാരിക്കവേ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മൾ ഭൂമിയിൽ കാണുന്ന സ്വാഭാവികമായിട്ടുള്ള പരിശോധനയിൽ തെളിയുന്നത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ, സെമി ക്രിട്ടിക്കൽ എന്നിങ്ങനെയൊക്കെ തിരിച്ചിട്ടുള്ള പഠനങ്ങൾ ബ്ലോക്ക് തലത്തിൽ പൂർത്തിയാക്കി. ഗ്രൗണ്ട് വാട്ടറിൻ്റെ പരിശോധനയിൽ കാണുന്ന ബ്ലോക്കുകൾ വീണ്ടും ക്രിട്ടിക്കൽ ബ്ലോക്കാണെങ്കിൽ അത് സെമി ക്രിട്ടിക്കലാക്കാൻ പറ്റുമോ, പിന്നീട് സെമി ക്രിട്ടിക്കലിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ, അതിനെന്താണ് ആവശ്യം? ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള പുത്തൻ നിർദ്ദേശങ്ങളാണ് നമുക്ക് ആവശ്യം. അതിന് പുഴയിലൂടെയുള്ള ജല നിർഗമനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാകണം. വലിയ ഫ്ലഡുകൾ ഒഴിവാക്കണം. ഫ്ലഡുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വരുന്ന ശാസ്ത്രീയമായ പഠനം നടത്തണം. ഫ്ലഡ് ഒഴിവാക്കുന്നതിന് 2 വിധത്തിൽ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്ലഡ് കൺട്രോൾ ഡാമുകളും ചെക്ക് ഡാമുകളും തീർക്കണം. അധിക ജലം ശേഖരിക്കാനായിട്ട് സാധിക്കണം. ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം ജലവിഭവ വകുപ്പിൽ നിന്നും 32 കോടിയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത്. ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PS കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫസർ അജിത്ത് കാളിയത്ത്, ഡോക്ടർ K. ചിത്ര, വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, SG മുകുന്ദൻ, K. കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, സെക്രട്ടറി PS രാജേഷ്, ND ദിൻഷാദ്, വിജയപ്രകാശ് ശങ്കർ, സുഭാഷ്, വർഗീസ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. ബിജു നന്ദിയും പറഞ്ഞു. നേരത്തെ മന്ത്രിയെയും വിശിഷ്ട വ്യക്തികളെയും വാദ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് സ്വീകരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരങ്ങൾ ഇനി മനോഹരമാകും. നിരവധി ആളുകൾ എത്തുന്ന ഷൊർണൂർ ഭാരതപ്പുഴയോരത്ത് കൂടുതൽ ടൂറിസം സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നഗരസഭ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. ഷൊർണൂരിൽ ഭാരതപ്പുഴയോരങ്ങളുടെ തീരങ്ങൾ ഇനി കൂടുതൽ മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനായി ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും എന്ന പദ്ധതിയാണ് ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. നിരവധി ആളുകൾ എത്തുന്ന ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ കൂടുതൽ ടൂറിസം സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് നഗരസഭ പദ്ധതി തയ്യാറാക്കി നേരത്തെ സർക്കാരിൽ സമർപ്പിച്ചത്. നിള റിവർ ഫണ്ട് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുക. ആദ്യഘട്ട പ്രവൃത്തികൾക്കായി 5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ചെറുകിട ജലസേചന വകുപ്പിനാണ് നിർമ്മാണ ചുമതല. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഭാരതപ്പുഴയുടെ ഒരു വശത്തുള്ള സംരക്ഷണ ഭിത്തി ഉയരത്തിൽ കെട്ടിപ്പൊക്കും. ഒരു വശം കട്ടകൾ വിരിച്ച് നടപ്പാതകൾ നിർമ്മിക്കും. വൈകിട്ട് എത്തുന്ന ആളുകൾക്ക് സമയം ചിലവഴിക്കാനായി ഭാരതപ്പുഴയോരത്തെ AMC തിയേറ്ററുകളും നിർമ്മിക്കും. അതോടൊപ്പം
ശാന്തിതീരത്തിന് മുന്നിലുള്ള ശ്മശാനക്കടവ് പൊളിച്ച് പുതിയതായി നിർമ്മിക്കാനും തീരുമാനമുണ്ട്. ഈ ഭാഗങ്ങളിൽ കൂടുതൽ വൈദ്യുതി ലൈറ്റുകളും സ്ഥാപിക്കും. കൊച്ചി പാലത്തിനും സമീപത്തും ഭാരതപ്പുഴയിലെ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവു ദിവസങ്ങളിൽ നിരവധി ആളുകളാണ് ഭാരതപ്പുഴയിൽ എത്തിച്ചേരുന്നത്. നഗരസഭയുടെ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം. പരാതി നൽകിയപ്പോൾ അന്നത്തെ കളക്ടർ സ്വീകരിച്ചത് നിഷേധാത്മക സമീപനമെന്ന് കെ മുരളീധരൻ. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കൗണ്ടിംഗ് ദിവസവും സുരേഷ് ഗോപി തൃശൂർ ജില്ലയിൽ ഇല്ലായിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. മോഡിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നു. ഇലക്ഷൻ ഫലം അറിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി തൃശൂരിലെത്തിയാൽ മതിയെന്നായിരുന്നു അമിത് ഷായുടെ നിർദ്ദേശം. ഇത് ഒരു സിനിമാ നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് വോട്ടെണ്ണൽ ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ ഉണ്ടാകാതെ പോയത്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ഈ 30-ാം ബൂത്തിലെ വിഷയം നേരത്തെ ഇലക്ഷന് മുമ്പ് തന്നെ UDF ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താണ്. ഇവിടെ കുറേ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയോജകമണ്ഡലത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ട് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്താണ്. പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന കലക്ടർ അന്ന് കാണിച്ചത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം 3-4 സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു. അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുണ്ടായി. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന ആദ്യം പരാതി പറഞ്ഞ UDF ആണ്. ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച ഇപ്പോൾ നിങ്ങൾ തന്നെ നടത്തിയ സർവേകളിൽ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF ജയിക്കുന്നതാണ് പറഞ്ഞത്. ഒരിടത്തും BJP സ്ഥാനാർത്ഥിയുടെ വിജയം പ്രവചിച്ചിരുന്നില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു സിനിമാ നിർമ്മാതാവ്, ഞാൻ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞത് അമിത്ഷാൻ്റെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയ നിർദ്ദേശം കൗണ്ടിങ്ങിൻ്റെ അന്ന് തൃശ്ശൂരിൽ പോകണ്ട, ജയിച്ച് MP ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിൽ ചെന്നാൽ മതി എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. കൗണ്ടിങ് ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല. UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയും തൃശ്ശൂരുണ്ടായിരുന്നു. പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി അന്ന് ഇവിടെ ഇല്ല. അപ്പോൾ അത് ജൂൺ 3-ാം തീയതി രാത്രിയാണ് എന്നോട് ആ വ്യക്തി പറയുന്നത്. അത് തന്നെയാണ് 4-ാം തീയതി സംഭവിച്ചത്. അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ 2024 ജനുവരി 3-ാം തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നീതി പുലർത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. പാലക്കാട്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു M. ഹംസ. സ്കീം വർക്കേഴ്സിനെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തത് കേന്ദ്ര സർക്കാരാണെന്നും M. ഹംസ പറഞ്ഞു. കോവിഡ് കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം സംരക്ഷിച്ചു നിർത്തിയത് അംഗൻവാടി ജീവനക്കാരുൾപ്പെടെയുള്ളവരാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, മാതാവിൻ്റെ ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അംഗൻവാടി ജീവനക്കാരാണ്. അംഗൻവാടി ജോലിക്ക് പുറമെ സർക്കാരിനു വേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ കാലങ്ങളായി കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്നും M. ഹംസ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് തങ്കമണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V. സരള, T. ശൈലജ, ഉണ്ണിയമ്മ, സുനിത റാണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി സർക്കാർ ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ. പുതിയ കെട്ടിടം പണിയുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കാലപ്പഴക്കത്താൽ കെട്ടിടവും മേൽക്കൂരയും ദ്രവിച്ച് ഏതു സമയത്തും നിലമ്പത്താവുന്ന സ്ഥിതിയിൽ അപകടാവസ്ഥയിലായ സർക്കാർ ആശുപത്രി പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന അധികാരികളുടെ വാഗ്ദാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ. നൂറ്റാണ്ട് പഴക്കമുള്ള കോട്ടായി സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഓടിട്ട കെട്ടിടമാണ് അപകടാവസ്ഥയാണെന്ന് പറഞ്ഞ് അടച്ചിട്ടിരിക്കുന്നത്. നിത്യേന 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രി നിലവിൽ പ്രവർത്തിക്കുന്നത് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പരിമിതമായ സൗകര്യങ്ങളുള്ള കെട്ടിടത്തിലാണ്. രോഗികൾക്ക് ഇരിക്കാൻ പോലും പ്രയാസമാണിവിടെ. നിലവിൽ പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം ഉദ്ഘാടനം പോലും നടത്തിയിട്ടുമില്ല.
അതിനു മുമ്പ് തന്നെ ആശുപത്രി പ്രവർത്തനം ഇവിടേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ അടച്ചിട്ട പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ ഈ മാസം 18-ന് ടെൻഡർ നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് പറഞ്ഞു. കെട്ടിടം പൊളിച്ചുമാറ്റിയാലും സൗകര്യപ്രദമായ പുതിയ കെട്ടിടം എന്ന് പൂർത്തിയാകുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പ്രസവ കേസുകളും കിടത്തി ചികിത്സാ സൗകര്യവും ഉണ്ടായിരുന്ന ആശുപത്രിയാണിത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിലെ ഉത്സവങ്ങളിൽ നാട്ടാനക്ഷാമം പരിഹരിക്കണമെന്ന് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം. കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം 200-ൽ താഴെ മാത്രമാണെന്ന് ആനപ്രേമി സംഘം പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം ചൂണ്ടിക്കാട്ടി. കേരളത്തിലാകെ വനംവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ക്ഷേത്ര ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, പള്ളി നേർച്ചകൾ എന്നിങ്ങനെ ആനയെ ഉപയോഗിക്കുന്ന ഉത്സവങ്ങൾ മാത്രം 15,000-ലധികമുണ്ട്. അംഗീകൃതമല്ലാത്ത 20,000-ലധികം പരിപാടികളിലും ആനയെ ഉപയോഗിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ഉത്സവങ്ങളിൽ എല്ലാം കൂടി നേരിട്ടും അല്ലാതെയുമായി കേരളത്തിൽ 10,000 കോടി രൂപയിലധികം സാമ്പത്തിക ഇടപാടും നടക്കുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന പങ്ക് വലുതാണ്. എന്നാൽ ഇന്ന് ഉത്സവങ്ങളിൽ ഉപയോഗിക്കാവുന്ന നാട്ടാനകളുടെ എണ്ണം 200-ൽ താഴെ മാത്രമാണ് കേരളത്തിലുള്ളതെന്ന് ആനപ്രേമി സംഘം ചൂണ്ടിക്കാട്ടി. ഓരോ വർഷവും സെപ്റ്റംബർ മാസം തുടങ്ങി മെയ് മാസം അവസാനിക്കുന്ന ഉത്സവങ്ങൾ നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത്രയും ഉത്സവങ്ങൾ സുഗമമായി നടത്തുന്നതിന് ചുരുങ്ങിയത് 500 ആനകളെങ്കിലും ആവശ്യമാണ്. അതിനാൽ 2023-ലെ വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം അനുസരിച്ച് കേരളത്തിന് പുറത്തുനിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നതിനുള്ള അനുമതി നൽകണം. ആവശ്യമെങ്കിൽ കേരളത്തിലെ നാട്ടാന പരിപാലന ചട്ടം ഭേദഗതി ചെയ്യാനും സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങലിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സെക്രട്ടറി ഗുരുജി കൃഷ്ണ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഉത്സവ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദീകരിച്ചു. ഭാരവാഹികളായി ഹരിദാസ് മച്ചിങ്ങൽ പ്രസിഡന്റ്, ഗുരുജി കൃഷ്ണ സെക്രട്ടറി, ഗിരീഷ് പോൽപ്പുള്ളി ഖജാൻജി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണയം വല്ലപ്പുഴ റോഡിൽ മണ്ണാരംപാറ കയറ്റത്തിൽ ഭാരം കയറ്റി വന്ന ലോറി മണിക്കൂറുകളോളം കുടുങ്ങി. അമിതഭാരമാണ് ലോറി കുടുങ്ങാൻ കാരണമായത്. കയറ്റം കയറാൻ കഴിയാതെ ലോറി പിന്നിലേക്ക് നീങ്ങി പാതയുടെ അറ്റം ചേർന്നാണ് നിൽക്കുന്നത്. ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതുവരെ ഇരുചക്ര വാഹനങ്ങൾ, ചെറിയ കാറുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവയ്ക്ക് മാത്രമേ ഈ വഴി പോകാൻ പാതയിൽ സ്ഥലമുള്ളൂ. വാടനാംകുറിശി മേൽപ്പാലം സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പാതയിലൂടെയാണ് അമിതഭാരം കയറ്റിയ ലോറികൾ കടത്തിവിടുന്നത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ അടുത്തിടെ നവീകരണം പൂർത്തിയാക്കിയ കണയം മുതൽ കല്ലുരുട്ടി വരെയുള്ള റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാവുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ പറളി മേഖലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹന ജാഥ സംഘടിപ്പിച്ചു. കോട്ടായി പെട്രോൾ പമ്പ് പരിസരത്തു നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജോ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചൊവ്വാഴ്ച മങ്കരയിലാണ് അസോസിയേഷൻ പറളി മേഖലാ സമ്മേളനം. കേരളശ്ശേരി തടുക്കശ്ശേരി ഹോളി ഫാമിലി AUP സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തിലെ ബുൾബുൾ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ചിഹ്നദാനവും ബുൾബുൾ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ നിർവഹിച്ചു. കേൾക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ എന്തൊക്കെ വാഗ്ദാനം പണ്ടൊക്കെ പറഞ്ഞിരുന്നത്? വിദ്യാർത്ഥികൾ നാളത്തെ വാഗ്ദാനം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് വിദ്യാർത്ഥികളാണ് ഈ നാടിൻ്റെ ഇന്നത്തെയും എന്നത്തെയും വാഗ്ദാനങ്ങളായി മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആർജിച്ചെടുക്കുന്ന എല്ലാ അറിവും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കഴിയട്ടെ. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു. കുട്ടികൾക്കുള്ള യൂണിഫോം പ്രധാനാധ്യാപിക സിസ്റ്റർ ഹെൽന CHF വിതരണം ചെയ്തു. സ്കൂളിലേക്ക് പുതുതായി വാങ്ങിയ ബസിന്റെ ഉദ്ഘാടനം ഹോളി ഫാമിലി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ലിൻസി ജോസ് നിർവഹിച്ചു. PTA ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ബുൾബുൾ ഡിസ്ട്രിക്ട് കമ്മീഷണർ സഫിയ വിഷയം അവതരിപ്പിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി അനൂപ് കോങ്ങാട്, കേരളശ്ശേരി ഹൈസ്കൂൾ സ്കൗട്ട് മാസ്റ്റർ VM നൌഷാദ്, ഗൈഡ് ക്യാപ്റ്റൻ സുസ്മി ജോസ്, ഫ്ലോക്ക് ലീഡർ LV വർഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
രാമായണ മാസചരണത്തിന്റെ ഭാഗമായി കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിപ്രഭാഷണം നടന്നു. തിരുമിറ്റക്കോട് ഹൈസ്കൂൾ അധ്യാപിക പ്രസീതയാണ് രാമായണ കഥയെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തിയത്. കർക്കിടക മാസത്തിൽ ഞായറാഴ്ചകളിലാണ് ക്ഷേത്രത്തിൽ ഭക്തിപ്രഭാഷണം നടന്നത്. കർക്കിടകത്തിലെ അവസാന ഞായറാഴ്ച തിരുമിറ്റക്കോട് ഹൈസ്കൂൾ അധ്യാപിക പ്രസീത ഭക്തിപ്രഭാഷണം നടത്തി. രാമായണ കഥയെ ആസ്പദമാക്കിയായിരുന്നു പ്രഭാഷണം. ക്ഷേത്രം മേൽശാന്തി തൊടിച്ചിൽ മഠത്തിൽ സുരേന്ദ്രൻ എമ്പ്രാന്തിരി, തൊടിച്ചിൽ മഠത്തിൽ വെങ്കിട്ടരമണ ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, വിശേഷ പൂജകൾ, പാട്ടുകണ്ടം ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ഗജപൂജ, ആനയൂട്ട് തുടങ്ങി ഭക്തിനിർഭരമായ ചടങ്ങുകളുമുണ്ടായി. ആനയൂട്ടിന് ശേഷം ക്ഷേത്രം ഭജനമണ്ഡപത്തിൽ പ്രസാദഊട്ട് നടന്നു. ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടത്തുന്ന അപ്പനത്വ വിജയൻ, പ്രസാദഊട്ട് ഭക്ഷണം തയ്യാറാക്കിയ അനിത തെക്കേതിൽ, പഴയനി ഉണ്ണികൃഷ്ണൻ, കാർത്യായനി തെക്കേതിൽ എന്നിവരെ പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ ആദരിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് അങ്ങാടിക്കൽ രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് ചാങ്കത്ത്, കെ രാമദാസൻ, രാവുണ്ണി പാലുതൊടി, കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, അജിത്ത് ചാങ്കത്ത്, രാജേഷ് വെള്ളത്ത്, ഒ എം ഗോപികൃഷ്ണൻ, അങ്ങാടിക്കൽ ശ്രീനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കവളപ്പാറ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സഹസ്രനാമ ലക്ഷാർച്ചന നടന്നു. നിരവധി ഭക്തജനങ്ങൾ ലക്ഷാർച്ചനയിൽ പങ്കെടുത്തു. രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. വൈകിട്ട് ബ്രഹ്മകലശം എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം എന്നിവയുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ലക്ഷാർച്ചനയിൽ പങ്കെടുത്തു. തന്ത്രി തീയന്നൂർ ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാമായണ മാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഗണപതി ഹോമം, രാമായണ പാരായണം, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവത് സേവ എന്നിവയും നടന്നുവരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഭൂഗർഭ ജലസംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിൽ ഭൂഗർഭ ജലം വിതരണം ഗണ്യമായി കുറയുന്നുണ്ടെന്നും മന്ത്രി. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനത്തിന്, നദീ സൗന്ദര്യവൽക്കരണത്തിനും തുടക്കം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം. പരാതി നൽകിയപ്പോൾ അന്നത്തെ കളക്ടർ സ്വീകരിച്ചത് നിഷേധാത്മക സമീപനമെന്ന് കെ മുരളീധരൻ. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചു. ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും മോദിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും കെ മുരളീധരൻ. അടിസ്ഥാന ജനവിഭാഗങ്ങളോട് നീതി പുലർത്തുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. കേന്ദ്ര സർക്കാർ സ്കീം വർക്കർമാരെ വേട്ടയാടുന്നു. പാലക്കാട് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.